അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായും 5 തവണ അവൻ ചെയ്തിരിക്കേണ്ട കാര്യമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ വരുന്ന തെറ്റുകൾ അവന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്നതാണ്. നിസ്കാരം അർത്ഥസഹിതം പഠിക്കുക എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ മുമ്പ് 3 ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 4ാമത്തെ ഭാഗമാണ്. തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിന്റെ ഫർദിൽ നിന്ന് 1ാമത്തെ ഫർദ്. ആ ഫർദ് നിയ്യത്താണെന്നും നിയ്യത്തിൽ നിർബന്ധമായത് എന്തൊക്കെയാണ്, സുന്നത്തായത് എന്തൊക്കെയാണ്, നിയ്യത്ത് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് കഴിഞ്ഞ 3 ക്ലിപ്പുകളിലായി നാം ചർച്ച ചെയ്തു. ഇത് 4ാമത്തെ ഭാഗത്തിൽ നിസ്കാരത്തിന്റെ 2ാമത്തെ ഫർദിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 2ാമത്തെ ഫർദ് തക്ബീറത്തുൽ ഇഹ്റാം ആണ്. തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുക എന്നാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്യുക, തക്ബീറത്തുൽ ഇഹ്റാം എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുമ്പ്, ആ തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് നമുക്ക് അനുവദനീയമായിരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഹറാമാകുന്നു. അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയാൻ കാരണം. ഹജ്ജിന്റെ അവിടെ തക്ബീർ ഇല്ല. ഹജ്ജിനെ ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്യലാണ്. ഹജ്ജ് ഫർളായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ കരുതി. ഫർളാണെങ്കിൽ നമ്മുടെ ചർച്ച നമസ്കാരമായതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം എന്നാൽ അല്ലാഹു അക്ബർ. ഇത് ഒരു നിസ്കാരത്തിൽ ആകെ 1 മാത്രമാണുള്ളത്, തക്ബീറത്തുൽ ഇഹ്റാം. ഹറാമാക്കുന്ന തക്ബീർ 1 മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ റുകൂയിലേക്ക് പോകുമ്പോൾ അതേ തക്ബീർ ചൊല്ലുന്നു. പക്ഷേ അതിനെ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുകയില്ല. ആദ്യം ചൊല്ലുന്ന തക്ബീറിന് മാത്രമാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. തക്ബീറത്തുൽ ഇഹ്റാമിന് 18 ഷർത്തുകൾ ഉണ്ട്. ഈ ക്ലിപ്പ് കേൾക്കുന്ന ആളുകൾ ആ 18 ഷർത്തും വ്യക്തമായി അറിയുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കേൾക്കണമെന്നില്ല. ഇല്ലെങ്കിൽ വിവരമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. അറിവുള്ളവരാണെങ്കിൽ പോലും ഒന്നുകൂടി അറിവ് പുതുക്കുന്നത് നല്ലതാണ്. സിയാദത്തുൽ ഇൽമ്, അറിവിന്റെ വർധന. ഏറ്റവും അറിവുള്ളവർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അവര് പോലും റബ്ബി സിദ്നി ഇൽമാ, അറിവെനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ഇത് കേൾക്കുകയും ഇതിൽ മാരകമായ സാരമായ വലിയ തെറ്റുകൾ ഇതിലുണ്ടെങ്കിൽ അത് എന്നെ ഓർമ്മിപ്പിക്കുകയും, ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പ്രത്യേകമായി ഉണർത്തുകയാണ്. 18 ഷർത്തുകൾ തക്ബീറത്തുൽ ഇഹ്റാമിനുണ്ട്. അത് വിവരിക്കുകയാണ് ക്രമമനുസരിച്ച്. വിവരിച്ചു വരുമ്പോൾ കുറെയൊക്കെ നമുക്കറിയുന്നതായിരിക്കാം. 1, തഖ്ദീമു ലഫ്ദിൽ ജലാലത്തി അല അക്ബർ. അല്ലാഹു അക്ബർ എന്നതാണ് തക്ബീറത്തുൽ ഇഹ്റാം. അതിൽ അല്ലാഹു എന്നതിനെ ആദ്യം പറയൽ, അക്ബർ ശേഷം പറയൽ. അതാണ് 1ാമത്തെ ഷർത്ത്. അപ്പൊ അക്ബർ അല്ലാഹു എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം സഹിയാവുകയില്ല.
രണ്ടാമത്തെ ഷർത്ത് അദമു സിയാദത്തി വാവിൻ സാകിനത്തിൻ ഔ മുതഹരികത്തിൻ ബൈനൽ കലിമത്തൈനി. അല്ലാഹു എന്നതിന്റെയും അക്ബർ എന്നതിന്റെയും ഇടയിൽ സുക്കൂനുള്ള വാവിനെയോ മുതഹരിക്കായ വാവിനെയോ അധികമാക്കാതിരിക്കൽ. അപ്പൊ ഒരു വാവ് കൊടുത്തിട്ട് പറയുമ്പോൾ അല്ലാഹു അക്ബർ എന്നാവും, അതല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നാവും. ഇങ്ങനെ മുതഹരിക്കായ വാവ് ഫതഹോ കസ്റോ ദമ്മോ ഉള്ള വാവ് അധികമാക്കാതിരിക്കൽ അല്ലാഹുവിന്റെയും അക്ബറിന്റെയും ഇടയിൽ. ഒന്നും അറിയാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ അഫ്ഉണ്ട്. മൂന്നാമത്തെ ഷർത്ത് അദമു സക്തത്തിൻ തവീലത്തിൻ ബൈനൽ കലിമത്തൈനി. അല്ലാഹു എന്ന ആ വാക്കിന്റെയും അക്ബർ എന്ന പദത്തിന്റെയും ഇടയിൽ അധിക സമയം മൗനമായി നിൽക്കാതിരിക്കാൻ. അല്ലാഹു അക്ബർ ഇങ്ങനെ കുറെ സമയം അല്ലാഹു എന്നതിന്റെയും അക്ബറിന്റെയും ഇടയിൽ അധികമാക്കാതിരിക്കൽ. കുറെ സമയം എന്നതിന് ഒരു കണക്കുള്ളത് ഒരു ശ്വാസോച്ഛ്വാസം നടത്താനുള്ള സമയം എന്നാണ്. അതിലധികമാക്കാൻ പാടില്ല. എന്നാൽ അല്ലാഹു എന്നതിന് ശേഷം അൽ ചേർത്തുകൊണ്ട് പറയാം, അതിന് കുഴപ്പമില്ല. അല്ലാഹു അല്ലാഹുൽ അക്ബർ അവിടെ അല്ല് ചേർത്ത് പറയാം. അതേ പ്രകാരം തന്നെ ഒരു സിഫത്ത്, ഒരു ഗുണം ചേർത്തുകൊണ്ട് പറയുന്നതിന് കുഴപ്പമില്ല. അല്ലാഹു അൽ ജലീലു അക്ബർ, അല്ലാഹുൽ ജലീലുൽ അക്ബർ, കുഴപ്പം ഇല്ല. സിഫത്ത് ചേർത്ത് അധികം സിഫത്ത് ചേർക്കാൻ പാടില്ല. അല്ലാഹുർ റഹ്മാനുർ റഹീമു അക്ബർ പറയാം, കുഴപ്പമില്ല. എന്നാൽ അല്ലാഹുൽ ജലീലുർ റഹ്മാനുർ റഹീമു അക്ബർ എന്ന് പറഞ്ഞാൽ അത് ദീർഘമായി എന്ന കാരണം കൊണ്ട് സഹിയാവുകയില്ല. അപ്പോൾ ഒന്നോ രണ്ടോ സിഫത്തുകൾ ചേർത്ത് പറയാം, മൂന്നോ അതിലധികമോ സിഫത്തുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം സഹിയാവുകയില്ല. അതേ പ്രകാരം അല്ലാഹുവിന്റെയും അക്ബറിന്റെയും ഇടയിൽ വിട്ടുപിരിക്കാൻ പാടില്ല. സിഫത്ത് അല്ലാത്തത് കൊണ്ട്, ലമീർ കൊണ്ട് വിട്ടുപിരിക്കാൻ പാടില്ല. അല്ലാഹു ഹുവ അക്ബർ എന്ന് പറയുന്ന പോലെ നിദാ കൊണ്ട്, വിളി കൊണ്ട് വിട്ടുപിരിക്കാൻ പാടില്ല. അല്ലാഹു യാ റഹീമു അക്ബർ സഹിയാവുകയില്ല. അല്ലാഹു ഹുവ അക്ബർ സഹിയാവുകയില്ല. അതേപോലെ ദിക്ർ കൊണ്ട് വിട്ടുപിരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു അക്ബർ സഹിയാവുകയില്ല. അല്ലാഹു മിൻ കുല്ലി ഷൈഇൻ അക്ബർ സഹിയാവുകയില്ല. അപ്പൊ അല്ലാഹു അക്ബർ എന്നത് സഹിയാകുന്ന രൂപങ്ങളും ഇല്ലാത്ത രൂപങ്ങളുമുണ്ട്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമിന് 18 ഷർത്തുകൾ ഉണ്ട്. ഒന്ന്, അല്ലാഹു എന്നതിനെ അക്ബർ എന്നതിന്റെ മുമ്പ് പറയാൻ. രണ്ട്, അല്ലാഹു എന്നതിന്റെയും അക്ബർ എന്നതിന്റെയും ഇടയിൽ മുതഹരിക്കോ സുക്കൂനോ ഉള്ള വാവിനെ അധികമാക്കാതിരിക്കൽ. മൂന്ന്, അധിക സമയം മൗനമായി അല്ലാഹു എന്നതിന്റെയും അക്ബർ എന്നതിന്റെയും ഇടയിൽ ദീർഘസമയം മൗനമായി നിൽക്കാതിരിക്കൽ. ഇത് ഒക്കെയാണ് നാലാമത്തെ ഷർത്ത്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ഷർത്ത്. ഇനി അല്ലാഹു മിൻ കുല്ലി ഷൈഇൻ അക്ബർ ഒരു തെറ്റല്ല, പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം സഹിയാവുകയില്ല. അർത്ഥമൊക്കെ വളരെ ക്ലിയറാണ്. അല്ലാഹു ആകുന്നത് മിൻ കുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളെക്കാളും അക്ബർ വലിയവനാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ സഹിയാവുകയില്ല. അല്ലാഹു മിൻ കുല്ലി ഷൈഇൻ അക്ബർ എന്ന് പറഞ്ഞാൽ സഹിയാവുകയില്ല. അപ്പൊ 3 ഷർത്തുകളാണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. ഇത് കേട്ട് മനസ്സിലാക്കി ബാക്കി ഷർത്തുകൾ അടുത്ത ഭാഗങ്ങളിലുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇതിന്റെ 5ാമത്തെ ഭാഗത്തിൽ ഇതിന്റെ ബാക്കി ഷർത്തുകൾ ഉണ്ടായിരിക്കും. ഇതുപോലെ വളരെ വ്യക്തമായി നമസ്കാരത്തിന്റെ എല്ലാ ഭാഗങ്ങളും
സംശയരഹിതമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ചാനലിൽ അംഗങ്ങളായ അനേകം ആളുകളുണ്ട്. അവരൊക്കെ വിജയികളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നാഫിയ ഇൽമ് അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നാളെ അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവർക്കും നമുക്കും തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മയാക്കി മാറ്റിയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ അവരെയും നമ്മയും ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.